ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് ഇന്നലെ പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നു. ചർച്ച തുടങ്ങിയത് അല്പം വൈകിയാണ്. അനുവദിച്ചിരുന്ന സമയം അരമണിക്കൂറായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടന്നപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. അപ്പം വളരെ ലേറ്റായി. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളെ കാണാൻ സാധിക്കാതെ പോയത്. ഞങ്ങൾ സംസ്ഥാനത്തെ ബാധിക്കുന്ന 16 ആവശ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. ആ 16 കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ നോട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യത്തെ അതിലെ 11 കാര്യങ്ങളും രണ്ടാമത്തേനകത്ത് 5 കാര്യങ്ങളുമായിട്ടാണ് ഉള്ളത്. ഇതിൽ പലതും നേരത്തെ തന്നെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളതും കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഉള്ളതുമാണ്. വളരെ അനുഭാവപൂർവമായിട്ടുള്ള സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 3 കാര്യങ്ങൾ ഒഴിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഇതിനകത്തുള്ളത് 9ാമത്തത് നാഷണൽ ഹൈവേ ബൈപ്പാസസ്. അപ്പോൾ ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലുള്ളതാണ് ഈ ബൈപ്പാസുകൾ. നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം. അവര് ഈ ബൈപ്പാസ് എടുക്കുന്നത് നാഷണൽ ഹൈവേയുടെ മൊത്തത്തിലുള്ള വർക്കോട് കൂടിയേ എടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നാഷണൽ ഹൈവേക്കാർ പറയുന്നത് പോലെ 4 വരി പാതയാക്കി ഹൈവേ മുഴുവനൂടി ഏറ്റെടുക്കാനുള്ള ലാൻഡ് നമുക്കായിട്ടില്ല. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്ന് നമ്മൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാഷണൽ ഹൈവേ ആയിട്ട് സംസാരിച്ച ശേഷം മാത്രമേ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ 2 പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്, കോഴിക്കോട് ബൈപ്പാസ്, തലശ്ശേരി മാഹി ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസ്, 5 ബൈപ്പാസ് ഉണ്ട്. അപ്പം നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ പറയുന്നു ഞങ്ങൾ എടുക്കാം, ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കും. പക്ഷേ അത് മൊത്തത്തിലുള്ള റോഡ് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ സ്ഥലം താ. അപ്പം 4 വരി പാതയ്ക്കുള്ള സ്ഥലം കൊടുക്കണം. ഈ പറഞ്ഞതിൽ മിക്കവാറും എല്ലാ ബൈപ്പാസിനും നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലമായി. പക്ഷെ മൊത്തം റോഡിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വീണ്ടും നീണ്ടുപോകും. അപ്പം നമ്മുടെ റിക്വസ്റ്റ് ഒന്നുകിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഈ ബൈപ്പാസുകൾ എടുക്കാൻ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യക്ക് അനുമതി കൊടുക്കണം, അവരോട് ആവശ്യപ്പെടണം. അവരുടെ പോളിസി അനുസരിച്ച് അത് എടുക്കാൻ പാടില്ല. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രത്യേകമായ അനുമതി അതിന് കൊടുക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു പ്രത്യേക ഫിനാൻഷ്യൽ പാക്കേജ്, ഒരു സാമ്പത്തിക സഹായം ഇതിനു വേണ്ടി തരണം. ഈ 2ൽ 1 ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ഉള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ കാര്യം പരിശോധിക്കും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. മറ്റൊന്ന് ഇതുപോലെ തന്നെ റോഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് നമ്മുടെ അഡീഷണൽ സീറ്റിലുള്ള ഫ്ലൈ ഓവേഴ്സ്. എറണാകുളത്തെ ഫ്ലൈ ഓവേഴ്സും പിന്നെ തൃപ്പൂണിത്തുറ ബൈപ്പാസിൻ്റെയും ഇഷ്യൂ ആണ്. അതും പരിശോധിക്കാതെ അത് സംബന്ധിച്ചൊന്നും പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് പറഞ്ഞിട്ടുള്ളത്. 3ാമത്തെ കാര്യം പാലക്കാട് SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ്. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി ആ ഡിപ്പാർട്ട്മെന്റ് മുൻകൈയെടുത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ 50% മാനേജ്മെന്റ് കോട്ട മുഴുവൻ SC/ST കുട്ടികൾക്കായിരിക്കും കിട്ടുന്നത്. 50% മെറിറ്റ് ആയിരിക്കും. അതിലും 10%
റിസർവേഷൻ കിട്ടും SC/ST-കൾക്ക്. അപ്പോൾ സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ 10% കിട്ടുന്ന സ്ഥാനത്ത് ഈ മെഡിക്കൽ കോളേജിൽ 60% SC/ST വിഭാഗത്തിന് കിട്ടും. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളത് ആദ്യമായിട്ടാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചും ഒരു പരിശോധന നടത്താതെ ഒരു മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടൊരു മറുപടിയായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. പരിശോധിക്കാം, നോക്കട്ടെ എന്നുള്ള ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു 13 കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ അനുഭാവപൂർവമായിട്ടുള്ള മറുപടി പറയുകയും ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നതിന് അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ ശ്രീ TK നായരെ ചുമതലപ്പെടുത്തി. ശ്രീ TK നായർ ആയിട്ട് പിന്നീട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അതിൻ്റെ നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിൽ മുമ്പോട്ടാക്കാം എന്ന് പറഞ്ഞു. ഒന്നാമത്തത് IIT കേരളത്തിന് വേണം എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു. പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞു. ഞങ്ങളത് സീരിയസ് ആയിട്ട് അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് 12th പ്ലാനിൽ IIT നമുക്ക് വാഗ്ദാനമുണ്ട്. അത് പ്രധാനമന്ത്രി തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. അപ്പം 12ാം പദ്ധതിയിൽ IIT നമുക്ക് ഉറപ്പാണ്. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തോടുകൂടി ഒരു പ്ലസ് പോയിന്റ് വന്നിരിക്കുന്നത് 12ാം പദ്ധതിയിൽ അനുവദിക്കുന്ന ആദ്യ ബാച്ച് IIT-യിൽ കേരളവും പെടും എന്നുള്ളതാണ്. നമ്മളത് സ്വാഗതം ചെയ്യുന്നു. അത് ഏറ്റവും വേഗം തന്നെ ഉണ്ടാകും എന്നുറപ്പുണ്ട്. കേരളത്തിന് IIT ഉറപ്പാണ്. അത് ആദ്യത്തെ ആ ബാച്ചിൽ തന്നെ നമുക്ക് കിട്ടും എന്നും ഉറപ്പായിട്ടുണ്ട്. അത് കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ അനന്തര നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എൻഡോസൾഫാൻ്റെ പാക്കേജാണ്, കോമ്പൻസേഷൻ പാക്കേജ്. ഇപ്പം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എടുത്ത തീരുമാനം അനുസരിച്ച് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു, കൊടുത്തു തുടങ്ങി. കാരണം അത് നമ്മൾ പിന്നെ ഒരു ബാധ്യതയായിട്ടല്ല, ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പോവുക. പക്ഷേ അത് മുഴുവനും വഹിക്കാനുള്ള ശേഷി സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം പറയാനൊക്കെ മടിച്ചെങ്കിലും അവർ പറയേണ്ടി വന്നു, എന്താ റിസ്ക് എലിമെൻറ്റ്. അപ്പം നല്ല സാമ്പത്തിക സൗകര്യമുള്ളവരുടെ കുട്ടികൾ അപേക്ഷിച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് കുറവാണ്. കാരണം തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസം. തിരിച്ചു കിട്ടുമോ എന്നൊരു സംശയം വന്നാൽ റേറ്റ് കൂട്ടുക, അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു യൂണിഫോമിറ്റി അതിനകത്തുണ്ടാകണം. അത് ഏറ്റവും കുറഞ്ഞതായിരിക്കണം. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ ലോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. നാലാമത്തത് നമ്മുടെ വിദേശത്തുള്ള മലയാളികളെ ബാധിക്കുന്ന സംഗതി, അവരുടെ യാത്രാ പ്രശ്നം. നമ്മൾ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഗൾഫ് സെക്ടറുമായിട്ടുള്ള കേരളത്തിൻ്റെ കണക്ടിവിറ്റി. അത് ആവശ്യത്തിന് ഫ്ലൈറ്റില്ല, ഇഷ്ടാനുസരണം ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ സീസൺ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടം പോലെ ചാർജ് വർദ്ധിപ്പിക്കുക. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ പിന്നെ അതൊന്നും വിജയിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തി. 2005 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ച എയർ കേരള, അന്ന് തന്നെ ഈ കമ്പനി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ടാക്കി, ഫീസിബിലിറ്റി റിപ്പോർട്ടുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എയർ കേരള കമ്പനി രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2 കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് അനുമതി തന്നില്ല. അതേ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുക. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ അത് റിവൈവ് ചെയ്യണം എന്ന് തീരുമാനമെടുത്തു. അതിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നാളെ
നാളെ രാവിലെ 9 മണിക്ക് ഇവിടെ കൂടുക. പിന്നെ ലീബറഡിയിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ കൂടുകയാണ് നാളെ 9 മണിക്ക്. അപ്പം അതിനുള്ള അനുമതി ഇനിയിപ്പം നമ്മൾ എയർ ഇന്ത്യയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. എയർ കേരളയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുമതി തരണം. അവർ 2 കണ്ടീഷൻസ് വെക്കുകയാണ്. ഒന്ന്, ഡൊമസ്റ്റിക് സർവീസ് 5 കൊല്ലം നടത്തിയവർക്ക് ഇന്റർനാഷണൽ റൂട്ടിൽ അനുമതി നൽകത്തുള്ളൂ. 1. 2, 20 എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിലേ അനുമതി തരത്തുള്ളൂ. നമ്മളിത് രണ്ടിനും എക്സംഷൻ ചോദിക്കുക. കാരണം നമുക്ക് ഡൊമസ്റ്റിക് സർവീസ് നടത്തി നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കാത്തിരിക്കാൻ പറ്റുമോ? പിന്നെ ഡൊമസ്റ്റിക് സർവീസ് നമുക്ക് നടത്തിയിട്ട് എന്താ കാര്യം? നമ്മുടെ ആവശ്യം മുഴുവൻ മറ്റേതാണ്. അപ്പം ഇത് എയർ ഇന്ത്യയുടെ ഒബ്ജക്ഷനാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ ആ ഒബ്ജക്ഷനോട് നമുക്ക് ഒരു വിധത്തിന് യോജിക്കാൻ നിർത്തി. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയപ്പോൾ ഈ 2 കണ്ടീഷനും വേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വേവ് കൊടുത്തത്? എയർ ഇന്ത്യയുടെ സബ്സിഡറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനി എന്ന നിലയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനി രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഇന്റർനാഷണൽ സർവീസ് തുടങ്ങാൻ അനുവദിച്ചു 2005. അതുപോലെ തന്നെ 2 എയർക്രാഫ്റ്റ് ഉള്ളപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിന് സർവീസ് നടത്താൻ അനുവദിച്ചു. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനി എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാറ്റസ് കേരള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടാൻ നമുക്ക് അർഹതയുണ്ട്. ഒരു ഫെഡറൽ രാജ്യത്ത് അത് നമ്മുടെ അവകാശമാണ് എന്ന് ധരിക്കുന്നു. അതാണ് നമ്മൾ ആവശ്യപ്പെട്ട 4ാമത്തെ കാര്യം. അത് പരിശോധിക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായിട്ടും ഡിപ്പാർട്ട്മെന്റായിട്ടും അത് പരിശോധിക്കും. നമ്മുടെ കേസ് വളരെ ന്യായമാണ്, നമുക്ക് വളരെ ശക്തമാണ്. നമ്മളിങ്ങനൊരു ആവശ്യം ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല, നമുക്ക് നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതിനുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. മറ്റൊന്ന്, റെയിൽവേ കോച്ച് ഫാക്ടറിയുടെയും റെയിൽവേ വാഗൺ ഫാക്ടറിയുടെയും കാര്യങ്ങൾ സംബന്ധിച്ച റെയിൽവേ കോച്ച് ഫാക്ടറി തറക്കല്ലിട്ടു. പക്ഷേ തുടർന്നുള്ള നടപടികൾ വളരെ സ്ലോയിലാണ്. അവർക്ക് ഒരു പാർട്ട്ണറെ കിട്ടിയിട്ടില്ല എന്നാണ് റെയിൽവേ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ നമ്മൾ സ്ഥലം കൊടുത്തു, നമ്മൾ വേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല, ഏറ്റവും വേഗത്തിൽ അത് വേണം. അതുപോലെ വാഗൺ ഫാക്ടറി 2009 ഉറപ്പാണ്, നമ്മൾ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ വാഗൺ ഫാക്ടറിയുടെ കാര്യത്തിൽ വേണ്ടത്ര പ്രോഗ്രസ് ഉണ്ടായില്ല. ഈ 2 കാര്യത്തിലും പ്രധാനമന്ത്രി ഇടപെടണം, ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അവർ റെയിൽവേ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം ഉണ്ടാക്കും എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി ഉണ്ട്, പക്ഷെ അത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. പെടുത്താതിരുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ റെയിൽവേ സോൺ കേരളത്തിന് അർഹതപ്പെട്ടത് നമുക്ക് വേണം. പക്ഷെ ഇന്നലെ അത് പറഞ്ഞില്ല. പറയാതിരുന്നത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുക, ഇന്ത്യയിലെ മുഴുവൻ സോണും പുനഃസംഘടിപ്പിക്കാൻ, ഒരു പുനർചിന്തനം നടത്താൻ, എവിടെയൊക്കെയാണ് പുതിയതായിട്ട് സോൺ വേണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ മന്ത്രിയുടെ കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്, കമ്മിറ്റി പരിശോധിക്കും. ആ കമ്മിറ്റിയുടെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങളും അവകാശവാദങ്ങളും ഉന്നയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ അത് പറഞ്ഞിട്ടില്ല. ഈ 2 കാര്യങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു. മറ്റൊന്ന്, മലയാളം ശ്രേഷ്ഠ ഭാഷയായി, ക്ലാസിക്കൽ ലാംഗ്വേജായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അവകാശമാണ്. ദക്ഷിണേന്ത്യയിലെ മറ്റ് 3 ഭാഷകൾക്കും ഈ ക്ലാസിക്കൽ പദവി കിട്ടി, മലയാളത്തിനും അതിന് അർഹതയുണ്ട്. പക്ഷേ നമ്മുടെ വാദം കേൾക്കുക പോലും ചെയ്യാതെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുക. റിപ്പോർട്ടിനകത്ത് ഒരു ഭാഷ ക്ലാസിക്കൽ ഭാഷയാക്കുന്നതിന് 4 പ്രധാന ഘടകങ്ങളാണ്. അത് 3 നമ്മൾ ക്വാളിഫൈ ചെയ്തു. ഒരു കാര്യത്തിൽ ഭാഷയുടെ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ അവർ വെച്ചിട്ടുള്ള നിബന്ധനയ്ക്കൊപ്പം വന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് വന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്, നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളോട് ചോദിക്കുക പോലും ചെയ്തില്ല, നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഏതായിരുന്നാലും നമ്മുടെ വാദം കൂടി കേൾക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെട്ടു. ഇന്ന് അതിന്റെ കൺസേൺ മിനിസ്റ്ററാണ് കുമാരി ഷെൽജ.
ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരവസരം കിട്ടും. അങ്ങനെ അവസരം കിട്ടിയാൽ നമുക്ക് ഈ പദവി കിട്ടും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം നമ്മുടെ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ തെളിവുകളും നമുക്കുണ്ട്. പക്ഷേ നമ്മളെ കേക്ക് പോലും ചെയ്യാതെയാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിഷേധം ഉണ്ടാക്കിയത്. ഏഴാമത്തെ കാര്യം, സൊമാലിയൻ പൈറേറ്റ്സ് നമ്മളുടെ മലയാളികളടക്കം ഇന്ത്യക്കാരെ ഇന്ന് പിടിച്ചു വച്ചിരിക്കുകയാണ്. അവരെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഈ കാര്യം നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ഉന്നയിച്ചിരുന്നു. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേന്ദ്ര ക്യാബിനറ്റിന് കിട്ടി. ക്യാബിനറ്റ് അതിന് നമ്മൾ വെച്ച നിർദ്ദേശത്തിന് അനുകൂലമായ തീരുമാനമെടുത്തു. ഇനിയിപ്പം അതൊന്ന് നടന്നു കിട്ടണം. ഇത് രണ്ട് വിധത്തിലുള്ളതാണ്. നമ്മുടെ ഏതാണ്ട് 32-ലധികം ഇന്ത്യക്കാരുണ്ട്. അതിൽ നമ്മുടെ മലയാളികൾ 12 പേര് വരും എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. ഇവർ 2 വിഭാഗമായിട്ട് വരും. ഒന്ന്, ഏറ്റവും ഒടുവിൽ പിടിച്ചവര് കപ്പലിൽ തന്നെയാണ്. അവര് മോചിപ്പിക്കുന്നതിന് അവർ വെച്ചിരിക്കുന്നത് വലിയൊരു തുക കൊടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ തുക കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് വെച്ച് കഴിയുമ്പോൾ സാധാരണ ആ ഷിപ്പിന്റെ ഉടമകളാണ് മുമ്പോട്ട് വന്ന് സെറ്റിൽ ചെയ്യുന്നത്. ഇപ്പം ഇതിന്റെ ഉടമ മാറി നടക്കുക, അതിന് തയ്യാറില്ല. അപ്പം ഷിപ്പിലുള്ളവര് അവരെ മോചിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മോചന ദ്രവ്യം കൊടുക്കണം. അത് ആ പ്രശ്നമായിട്ട് കിടക്കുന്ന ഇതാണ് ഒരു ഇഷ്യൂ.